യെസ്, ഇന്നത്തെ പരിപാടി എന്താ? ഒരു വേ മേടിക്കണം. വേ മേടിക്കണം. വേ തീർന്നിട്ടുണ്ട്. വേ ഇന്ന് ഒരു പുതിയ, ഞാൻ എടുക്കാത്തൊരു വേ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിരുന്ന വൺ സയൻസ്, GNC, പിന്നെ മസിൽ ബ്ലേസ് അല്ലേ, മസിൽ ബ്ലേസ്. ഇപ്പത്തെ മൂന്നും അല്ലാത്ത ഒരു പുതിയ ബ്രാൻഡ് ഏതാണെന്ന് എടുക്കുക. നമ്മള് വേ എടുക്കാൻ പോവാണ്. ഫ്ലേവർ ഒന്നുമില്ല, ഏതെങ്കിലും ഫ്ലേവർ. ഞാൻ ഈ കഴിഞ്ഞത് 2 ചോക്ലേറ്റ് ആയിരുന്നു, പിന്നെ ഒന്ന് വൺ സയൻസ് മറ്റേ ഇതായിരുന്നു, ഐസ്ക്രീം ഫ്ലേവർ ആയിരുന്നു. ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ള രീതി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത എടുക്കാൻ പോകുന്നത്. അടുത്ത അവിടെ എത്തിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പൗഡർ എപ്പോഴും എടുക്കൽ. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം അപ്പോൾ ഏതാണുള്ള വെറൈറ്റി ആൻഡ് പറ്റുന്ന ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ എടുക്കാം. ഇതുവരെ യൂസ് ചെയ്തൊരു ഫ്ലേവർ എടുക്കാം. ഏതെടുക്കുന്നത്? ഇതെടുക്കല്ലേ, അമേരിക്കൻ മസിൽസിൻ്റെ. ഓക്കെ, അത് വേറെ എടുക്കുന്നുണ്ട്. വേറെ എന്ത് എടുക്കുന്നുണ്ട്? ഹലോ, അപ്പോൾ ഇതേ മറ്റേ അമേരിക്കൻ മസിൽസിൻ്റെ അടുത്ത്, അമേരിക്കൻ മസിൽസിൻ്റെ ചോക്ലേറ്റ് ബ്രാൻഡ്. ചോക്ലേറ്റ് ഉണ്ട്, പിസ്ത ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കാം. തൽക്കാലത്തേക്ക് ഒരു 1 kg മാത്രം എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ഇത് ആനിമൽ ഗെയിനർ. ഇത് അശ്വിനെടുത്തതാണ്, അശ്വിൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട്. ഇത് അമേരിക്കൻ മസിൽസ്. അമേരിക്കൻ മസിൽസിൻ്റെ അവസ്ഥ എന്താ ഒരു റിവ്യൂ അമേരിക്കൻ മസിൽസിനെ പറ്റി? എക്സ്പീരിയൻസ് ആണ്. അമേരിക്കൻ മസിൽസ് ഇതുവരെ എടുത്തിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ചോക്ലേറ്റ് ഫ്ലേവർ. അപ്പോൾ ഒരു മാസത്തേക്ക് ഒരു 1 kg മാത്രമാണ് എടുത്തത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ ഒരുപാട് എടുത്തിട്ട് വെറുതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം GNCൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മാസത്തെ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വേ മേടിച്ചു. ഇനി ആവശ്യമില്ല പറയുമ്പോൾ ഈ ഓട്സ് ഒന്നാമത്തെ ഇഷ്ടമല്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓട്സ് ഏതാ നോക്കാം. എനിക്ക് സാധാ ഓട്സ് ഇഷ്ടമല്ല, പക്ഷേ മറ്റേ സാധാ ഓട്സ് എനിക്ക് വലിയ ലൈക്കില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ഈ യോഗ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഓട്സ് ഉണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക, വേറെ ഫ്ലേവർ അല്ല, എന്തോ ഒരു ടേസ്റ്റ്, ഒരു കട്ടിയുണ്ട്. സാധാ ഓട്സ് പോലെയല്ല. അപ്പോൾ ആ ഒരു ഓട്സ് മേടിക്കണം. കാരണം ഓൾറെഡി ഒന്ന് മേടിച്ചു, പക്ഷെ അതൊരു ഒരു ടേസ്റ്റും ഇല്ല. ഭയങ്കര മധുരം, ഒരുമാതിരി എന്തോ ഒരു പോലെ. അപ്പം ഞാൻ ഓട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലേക്ക് വന്നത്. ശരി, അടുത്ത എനിക്ക് ചോദിക്കാമല്ലോ വെച്ചാൽ, ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നത് മറ്റേ വേ പ്രോട്ടീനിൽ ക്യാൻസർ എന്നാ അതിനെ പറ്റി പറയാനുള്ളത്? ക്യാൻസർ ഉണ്ടോ? സംസാരിക്കാം. ഈ വേ പ്രോട്ടീനിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വേ പ്രോട്ടീൻ യൂസ് ചെയ്ത ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ ക്യാൻസറിനുള്ള റീസൺ ആവുന്നുണ്ട് ഈ വേ പ്രോട്ടീനിലുള്ള ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഒരു ഇതുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? കോച്ചാണ് ഒന്നും പറയാം. കാരണം അവരിങ്ങനെ പറയാൻ കാരണം എന്താ? പിന്നെ ഈ കിഡ്നിക്ക് ഇഷ്യൂ വരുന്നെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്താണ് ശരിക്കും ഈ വേ പ്രോട്ടീൻ? അതിലെന്താ ഈ ഐസൊലേറ്റഡ് എന്ന് പറയുന്നതും അല്ലാത്തതും? ഈ ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണ്. അങ്ങനെ ഓരോരോ പർപ്പസിന് ഇത്രേ ഉള്ളൂ. നമ്മളെ പർപ്പസിനനുസരിച്ചിട്ടുള്ള ഇത് എന്ത് കോൺസെൻട്രേറ്റ്. നമ്മൾ ബൾക്കിംഗ് ആണെങ്കിൽ മാസ് ഗെയിനർ എടുക്കുക, അല്ലാത്താണ് വേ എടുക്കുക. അങ്ങനെ കുറച്ച് ചെറിയതുള്ളൂ. അല്ലാണ്ട് ഈ ക്യാൻസർ വരാമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ വെറും മണ്ടത്തരം പറയുന്നത്. അപ്പോൾ ഓട്സ് എടുക്കാണ്. ഓട്സ് യോഗ് ബാർ ഇത് എൻ്റെ ഉണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എടുത്തത് ലുലു എന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പേര് എനിക്കറിയാം. പക്ഷേ ലുലു എന്നൊരു ഇതിൻ്റെ ഒരു ബ്രാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ ഭയങ്കര മധുരം, കഴിക്കാൻ പറ്റില്ല. രാവിലെ കഴിക്കല്ലേ, അപ്പോൾ ഭയങ്കര ഷുഗർ. ഇതേതാ ഇതെന്ത് കഞ്ഞിയോ? കഞ്ഞിയല്ലോ. എങ്ങനെ ഉണ്ടാക്കുന്നത്? മില്ലറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ കട്ടിക്ക് ഉണ്ടാവുന്ന അതാണോ?
മില്ലറ്റ് പോലെ ഒരു കാര്യം ചെയ്യാം, ഇത് തന്നെ എടുക്കുക. കാരണം ഇത് എനിക്ക് മറ്റെടുക്കാനൊരു അല്ല ഫ്ലേവർ വേണ്ട, ഇത് മതി. വലുത് വേണ്ടത് ഇത് ചെറിയ മതി. മറ്റിന് എത്ര റേറ്റ്? ഇത് എത്ര ഗ്രാമോ? 400. ഇത് 400. അത് 700. 400 195. എന്നാൽ ഇത് മതി. 390. പക്ഷേ ഇവിടെ ഓഫർ 195. അത് ഇത് തൽക്കാലം ഇത് മതി. കാരണം ഇപ്പം ഈ ഒരു ഓട്സ് മാത്രം ഇതെടുക്കുക, തൽക്കാലത്തിൽ എടുക്കുക. വേറെ വേണ്ട, നമുക്കൊന്നും വേണം വേറെ. ഓ ഇത് പറ, ഞാൻ മേടിച്ചു തരും. ചോക്ലേറ്റ് എന്ത് ചോക്ലേറ്റ് ആണ്? കിൻഡർ ജോയ് ഒന്നും പറയല്ലേ. കിൻഡർ ജോയിനൊക്കെ ഇപ്പം എന്താ വില? കിൻഡർ ജോയിന് പണ്ട് മേടിക്കുന്ന ടൈമിൽ 25 ഉറുപ്പ്യ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എത്ര 50 ഡബിൾ റേറ്റ് ആയി. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് 25 ഉറുപ്പ്യാണ് കിൻഡർ ജോയ് മേടിക്കുന്നത്. 30 25 എന്തോ ആ ഒരു അറൗണ്ട്. ഈ യോഗ് ബാറിന് ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തതാണ്. ലാസ്റ്റ് ടൈം യോഗ് ബാറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇത് വലിയ സോറി സോങ് കോപ്പിറൈറ്റ് വരും, ഞാൻ താഴത്തെത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത് നല്ല സാധനമാണ്. ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒന്നാമത്തെ സാധാ ഓട്സ് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പനി വന്ന് ആകെ ഉണങ്ങി ആകെ വെയിറ്റ് കുറഞ്ഞ് ഇത് ഗെയിംസ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യണം. പക്ഷേ ഇതാണ് കൊച്ച്. എൻ്റെ വർക്കൗട്ടും ഫുഡും നോക്കുന്ന ഏക കൊച്ച്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ. കാരണം ഒന്നാമത്തെ പനി വന്നിപ്പോൾ ഇപ്പോഴേ ആൻറ്റിബയോട്ടിക്സിലാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ജിമ്മിൽ പോകണം, വാമപ്പ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം, തിരിച്ച് ഗെയിൻ ചെയ്യണം, ഫുഡ് ബാക്ക് നോർമലാക്കണം, ഡയറ്റ് പഴയ പോലെ ആക്കണം. ഇല്ലെങ്കിൽ കാരണം ഇനി ഒരു 1.5 മാസം കൂടിയാണ് അതിൻ്റെ കാര്യങ്ങളുള്ള. അതിൻ്റെ ഫുൾ പ്രിപ്പറേഷനിലാണ്. ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് ഹായ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ മസിൽസിൻ്റെ മേടിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. മസിൽ പ്ലേസിൻ്റെ ഉണ്ടായിരുന്നു. മസിൽ പ്ലേസിൻ്റെ കഴിഞ്ഞു. GNC-ൻ്റെ ഫസ്റ്റത്തെ വേ പ്രോട്ടീൻ അത് കഴിഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് അതിലെന്താ അരിപ്പൊടി ഇട്ട് വെച്ചേക്കുക, ടിപ്പിക്കൽ. പിന്നെ വൺ സയൻസിൻ്റെ ആക്ച്വലി നല്ലതാണ്, നല്ല ഫ്ലേവറാണ്, നല്ല സാധനങ്ങളാണ്. പിന്നെ ഞാൻ അമേരിക്കൻ മസിൽസ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ പറയാം. കാരണം ഇപ്പം ഞാൻ മേടിച്ചത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പോൾ പിസ്ത ഉണ്ടായിരുന്നു. പിസ്ത എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ചോക്ലേറ്റ് മേടിക്കാൻ വെച്ചിട്ട് ചോക്ലേറ്റ് മേടിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ വൺ സയൻസിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വലിയ ഓക്കെ എന്ന് പറയാം. പക്ഷേ GNC-ൻ്റെ ചോക്ലേറ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് തീരെ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് അതിലിപ്പം 25 ഗ്രാം പ്രോട്ടീനാണുള്ളത്. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അമേരിക്കൻ മസിൽസിന് അമേരിക്കൻ മസിൽസ് അത്ര അങ്ങോട്ടേക്ക് ഫേമസ് ആണോ അല്ല അറിയില്ല. കാരണം ഞാൻ ചോദിച്ച ആൾക്കാർക്കൊന്നും അത്ര അങ്ങോട്ട് അറിയില്ല. എന്തായാലും ഇത് ഷേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെ നോക്കാം. നമുക്ക് പൊളിച്ച് നോക്കാം. അമേരിക്കൻ മസിൽസ് ഇങ്ങനെ പൊളിക്കുക. പൊളിക്കണ്ട. യെസ്, കിട്ടി.
ഇത് മറ്റേ പണ്ടൊരു ഒരു 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 ബ്രൗൺ ബിസ്ക്കറ്റ്, ഒരു ടൈഗർ ബിസ്ക്കറ്റ് കേട്ടിട്ടില്ലായിരുന്നു, ബ്രൗൺ ചോക്ലേറ്റിൻ്റെ മറ്റേ ഉള്ളിൽ നല്ല അടിപൊളി ചോക്ലേറ്റ്, 10 റുപ്യുള്ളൂ, ബ്രൗൺ കവറൊക്കെ ആയിട്ട്. അതിൻ്റെ അതേ ഒരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട്. എന്തായാലും ഷെയ്ക്ക് അടിച്ചിട്ട് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ. ആണോ, പാലും കൂടി ആഡ് ആകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഷേക്ക് അടിച്ചിട്ട് പാലിട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത ഒരു സ്കൂപ്പ് പോയി. എന്തൊരു ഭയ ഇങ്ങനെ. എന്തായാലും അടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കി. പിന്നെ ഇതവിടെ 5 എഗ് വൈറ്റും ബാക്കി 2 ഹോളും ഉണ്ട്. ഇതിൻ്റെ കൂടെ വേവ് കുടിച്ചു നോക്കുക ടേസ്റ്റ് നോക്കട്ടെ. എന്താ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. കൊള്ളാം. മറ്റേ ഇതൊക്കെ പോലെ തന്നെ ഉണ്ട്. മറ്റേ ഈ പണ്ട് നമുക്ക് കിട്ടലുണ്ടായിരുന്നു, അത് എനിക്ക് ബിസ്ക്കറ്റിൻ്റെ പേര് നമ്മൾ ടൈഗർ പോലത്തെ ഒരു ബിസ്ക്കറ്റ്, ടൈഗറിൻ്റെ ഒരു ഇതൊക്കെ ഉള്ള ഫുള്ള് ബ്രൗൺ കവറായിട്ട് നല്ല ടേസ്റ്റ്. ഈ 10 റുപ്യ ഉണ്ടാവുള്ളൂ ബിസ്ക്കറ്റിന്, ചെറിയ പാക്കറ്റ്, ഉള്ളിൽ ചോക്ലേറ്റ്, അത് സെയിം എക്സാക്ട് ടേസ്റ്റ്. അതിൻ്റെ ഷേക്ക് അടിച്ച് കുടിച്ചാൽ അങ്ങനെ ഉണ്ടാകും. ടേസ്റ്റ് ഉണ്ട്, ഇറ്റ്സ് ഗുഡ്. കാരണം മറ്റേ ഐസ്ക്രീം, വൺ സയൻസിൻ്റെ ഐസ്ക്രീം ഫ്ലേവറിനെ പോലെ തന്നെ ഇതൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ സൗണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരു വേ മൈക്ക് മേടിക്കണം. ഇത് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാധനമാണ്. അമേരിക്കൻ മസിൽസ് ട്രൈ ചെയ്യുക. ചോക്ലേറ്റും പിസ്തയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത്. ആ 2 ഫ്ലേവറും തന്നെയാണോ ഉള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. പിസ്ത ഒന്ന് ട്രൈ ചെയ്യണം. കാരണം പിസ്ത എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. പിസ്തേൻ്റെ വെള്ളമൊക്കെ പച്ച, നമ്മൾ കല്യാണത്തിനൊക്കെ വന്നിട്ട് സ്റ്റാർട്ടിങ് തന്നെ പച്ച വെള്ളത്തിൽ തരില്ല, നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ പ്രോട്ടീൻ കോൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എനിക്ക് പനീനി. അപ്പോൾ അതുകൊണ്ട് ജിമ്മ് നിന്ന്, ഫുഡ് നിന്ന്, ഗെയിൻസ് പോയി, തിരിച്ച് ബാക്ക് ടു ഗെയിം വരണം, തിരിച്ച് ബാക്ക് ടു ഡയറ്റിലേക്ക് വരണം. അപ്പോൾ സ്ലോലി സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റത്തത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീരെ ഇഷ്ടമല്ലെങ്കിൽ ഈ പല്ലിൻ്റെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. വേവ് അടിച്ചു, ടേസ്റ്റ് ഉണ്ട്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.